ഒരു സ്ലോ ബേണിംഗ് കൊറിയൻ ത്രില്ലർ സീരീസ് പരിചയപ്പെടുത്തുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ പുതുതായി റിലീസായ ദ ബിക്വീത്തഡ് എന്ന ലിമിറ്റഡ് സീരീസിനെ കുറിച്ച്. ഇതിലെ നായിക ഒരു പ്രൊഫസർ ആകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരി പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അതിനിടയ്ക്ക് തനിക്ക് പരിചയമില്ലാത്ത ഒരു അങ്കിളിന്റെ മരണത്തെ തുടർന്ന് ഒരു പ്രോപ്പർട്ടി, അതായത് ഒരു ശ്മശാനമാണ്, അത് അവളുടെ പേരിൽ അദ്ദേഹം എഴുതി വെച്ചു എന്നറിയുന്നു. തുടർന്ന് നടക്കുന്ന ഭീകര സംഭവങ്ങളാണ് ഈ സീരീസിൽ പറയുന്നത്. 6 എപ്പിസോഡുകളുള്ള ഒരു ലിമിറ്റഡ് സീരീസ് ആണിത്. അതായത് ഇതിനി അങ്ങോട്ട് അടുത്ത സീസൺ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് കാര്യം. അതേതായാലും നന്നായി. സ്ലോ പേസ്ഡ് ആണെങ്കിലും സീരീസ് മുഷിപ്പിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെയുള്ള അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സീരീസ് ആണിത്. എനിക്കിത് ഒട്ടും ബോറടിച്ചില്ല സീരീസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. സീരീസിന്റെ സസ്പെൻസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ വെറൈറ്റി ആയിട്ടുള്ള, കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം അത്യാവശ്യം ഇമോഷണലുമാണ് ആ ഒരു ട്വിസ്റ്റിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ. പലർക്കും അത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടെന്നുള്ളത് എടുത്തു പറയുകയാണ്. സീരീസിന്റെ മ്യൂസിക്, അതായത് കിഡിലൻ BGM-ഉം ഇതിന്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇതിന്റെ ക്യാമറ, ലൊക്കേഷൻ, പ്രത്യേകിച്ച് ആ മഞ്ഞ് വീണ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഈ മഞ്ഞ് മിസ്റ്ററിയും എന്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അഭിനയിച്ച എല്ലാവരുടെയും പ്രകടനവും അത്യാവശ്യം മികച്ചതായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. നായകന്മാരായ ഡിറ്റക്റ്റീവ്സ് കഥാപാത്രങ്ങളും അവരുടെ ശത്രുതയും സൗഹൃദവും ഒക്കെ കൊള്ളാമായിരുന്നു. ഇതിലൊരു സ്റ്റെപ്പ് ബ്രദർ കഥാപാത്രമുണ്ട് നായികയുടേത്. പുള്ളിക്കാരനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് സഹതാപവും പുള്ളിയോട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇതിന്റെ എഴുത്തിലെ ചില പോരായ്മയാണ് എടുത്തു പറയാനുള്ളത്. ഇതിലെ നായിക കഥാപാത്രം വളരെ വീക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും പറ്റിക്കാവുന്ന, യൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പ്, ഒരു നിഷ്കളങ്ക കഥാപാത്രം, മണ്ടി കഥാപാത്രം എന്നൊക്കെ പറയാം. എഴുത്തുകാരിയാണ്, പ്രൊഫസറാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രം ചില സ്ഥലങ്ങളിൽ പല മണ്ടത്തരങ്ങളും ചെന്ന് ചാടുന്നത്, അതുപോലെ പലരും പുള്ളിക്കാരിയെ യൂസ് ചെയ്യപ്പെടുന്നത്, ഇതൊക്കെ കണ്ടിട്ട് ഇവരെന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോയി. ഇവരുടെ ഒരു പ്രൊഫസർ സീനിയറും അതുപോലെ കൊളീഗ് ആയിട്ടുള്ള വേറൊരു സ്ത്രീയൊക്കെ ഉണ്ട്. അവര് ചെയ്തതിന് ആ 2 എണ്ണത്തിലിട്ട് നായിക 2 പൊട്ടിക്കണമായിരുന്നു എന്ന് തോന്നി. പക്ഷെ അതുണ്ടായില്ല. പിന്നെ ഡിറ്റക്റ്റീവിന്റെ മകൻ ബോസിനെ കുത്തിയതിന്റെ കാരണമൊക്കെ അത്ര കൺവിൻസിംഗ് ആയിട്ട് അനുഭവപ്പെട്ടില്ല. ക്ലൈമാക്സിലെ ആ ഒരു സസ്പെൻസ് ഒക്കെ ഒഴിച്ചാൽ കഥ അത്യാവശ്യം വളരെ ഫ്ലാറ്റ് ആണ് എന്നുള്ളതും ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ ഈ പറയുന്ന കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ത്രില്ലർ പ്രേമികൾക്ക് ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു ഡീസന്റ് സ്ലോ ബേൺ ഡാർക്ക് ത്രില്ലറാണ് ദ ബിക്വീത്തഡ്. ഞാൻ ഇതിന് 3 out of 5 എന്ന റേറ്റിംഗ് നൽകും. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഈ സീരീസ് കാണാൻ സാധിക്കും. കൊറിയൻ ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. കൂടാതെ ഇതിന്റെ ഇംഗ്ലീഷ്, ഹിന്ദി ഡബിംഗ് വേർഷനുകളും അവൈലബിൾ ആണ്.